തെക്കിനീന്നിറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. വേണ്ട, അടുത്തു വരണ്ട. കാർന്നോരെ കുത്തും. കൊടയാ എന്റെ കയ്യിലിരിക്കണേ. ഞാനിവിടുത്തെ സംബന്ധക്കാരനാ, ബാസുരയുടെ ഭർത്താവ്. എന്നോട് വേണ്ട, കളിക്കണ്ടോ, ഞാൻ പറഞ്ഞു. അടുക്കരുത്. കാർന്നോരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. കൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? എന്താ എന്താ അമ്മാവാ? അമ്മാവനോ? ആരമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ തമ്പിളിയോ? ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്താ അമ്മാവാ? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മാവാ അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പിളിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് ഓടിവായോ, എന്നെ കൊല്ലുന്നേ മകനംകുട്ടി. വിടാൻ മകനംകുട്ടി ആരാണ്? എടാ നീയായിരുന്നോ? ഇതാണോ നീ പറഞ്ഞ വട്ട് കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിട്ടിരുന്നോ? അയ്യോ വിടു വിട്. അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്. പറയുന്നവർക്ക് വിടാൻ പറഞ്ഞ വിട്ടു. ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്. എവിടുത്തെ കാരണവർ? എന്തിന്റെ കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പന. അയ്യേ ചിറ്റപ്പന? അതെ, സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ചെന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. സാരമില്ല. ഐ എം സോറി ചിറ്റപ്പ. ചിറ്റപ്പ, ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഭ്രാന്തിന്റെ നകുലംകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് ഈ ഭ്രാന്തനോട് അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കിട്ടാ. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. കിട്ടണമെന്നില്ല. ഞാനിപ്പോ മഹേന്ദ്രജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. അമേരിക്കയിലൊക്കെ ഇപ്പോ അതിന് വലിയ സ്കോപ്പ്. സ്വാമിയേ ശരണയ്യപ്പ. എന്റെ സണ്ണി, സത്യം പറ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈറ്റ് വെച്ച്. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യന്റ്. ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്, തുടർന്ന് ഞാനും ജോയിച്ചാനും ഇവിടെ നേരെ ശബരിമലയ്ക്ക്. ഹരിഹര സുതനയ്യപ്പ സ്വാമിയേ. അവിടെ നേരെ കോട്ടയത്ത് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിക്ക് കൈമാറിയിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ. നീ പറഞ്ഞ പേഷ്യന്റ്. അയ്യോ, അതെന്റെ അമ്മാവനാ. അമ്മാവ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്കാട്രിസ്റ്റാ. അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയാ പാസ്സായത്. എല്ലായിടത്തും അവന് വലിയ പേരാ, ഡോക്ടർ സണ്ണി ജോസഫ്. ഹലോ. എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തിയാക്കരുത്. എടാ അമ്മാവൻ. അപ്പ അങ്ങനെ കോട്ടയത്ത് വെച്ച് ചോദിച്ചാനെ കുറെ റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനെ ഒരു ഓട്ടോറിക്ഷ
എന്താ? ഏയ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാം പള്ളിയിൽ വന്നിട്ട് എന്തു പറ്റി? ഒന്നുമില്ല. ഇപ്പോഴിവിടെ വന്ന് എത്തി നോക്കി. ആരെ? നീ കണ്ടില്ലേ പേഷ്യന്റ്? ഓ, ശ്രീദേവി. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഏജ്ഡ് ആണല്ലോ. നീ കണ്ട എന്റെ കുഞ്ഞമ്മ മറ്റോ ആയിരിക്കും. ആയ കുഞ്ഞമ്മ. ഏതായാലും നീ പോയെന്ന് കുളിക്ക്. കുളിക്കാം. എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അതിനു മുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എവിടെ നിന്റെ ശ്രീമതി ഗംഗ? ഗംഗ ചേച്ചി, ഗംഗ ചേച്ചി, ആരാത്? ഇതൊക്കെ കുറച്ച് പ്രസാദം. ഞാനും വരുന്നു. സണ്ണി, ഇതിന്റെ അകത്താന്ന് തോന്നുന്നു. പൂട്ടിയിരിക്കുകയാണ്. ഇതിനകത്താ? അയ്യോ, ശ്വാസം കിട്ടില്ല. ഇടിച്ചു പറക്ക്. 1 2 3. അല്ലി, പറയല്ലേ, എന്താ ഉണ്ടായ? ഞാൻ മേലോട്ട് ചെന്നപ്പോ ആരാണ്ട് എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ. ഓടി അറയ്ക്കകത്തോട്ട് അറിയാതെ കയറിപ്പോയി. അപ്പോഴേക്കും ആരോ പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. നീ എന്തിനാ ഇപ്പൊ മുകളിലോട്ട് പോയത്? ഗംഗ ചേച്ചി തിരക്കിയ. ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത്? ശ്രീദേവി ചേച്ചി. ഞാൻ താഴെ കുളിക്കാൻ പോകുന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ. സണ്ണി, വന്നേ പറയട്ടെ. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്കതിന്റെ ഗൗരവം മനസ്സിലായ? ഞാൻ നിനക്ക് ആ പ്രസാദമൊക്കെ എടുത്ത് തന്നു. അയ്യോ, എന്റെ ബാഗ് എന്തിയേ? അതിലാ പ്രസാദമൊക്കെ ഇരിക്കുന്ന ബാഗ്. എന്റെ അമ്മച്ചി. അയ്യോ, ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും.
മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും.